ഹലോ ഗൈസ്, വെൽക്കം ടു 10ാമത്തെ നോമ്പ്. ഇന്ന് ഞാനൊന്ന് കാസർഗോഡ് പോവാണ് ഈ വണ്ടി ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാസർഗോഡ് എത്തി വണ്ടിയൊക്കെ കൊടുത്ത് ഈ ഓട്ടോ കാക്കയുടെ കൂടെ കാസർഗോഡൊക്കെ ചുറ്റി കണ്ട് അങ്ങനെ മൂപ്പറുടെ ഫ്രണ്ടിനോട് സംസാരിച്ചൊക്കെ ചെയ്ത് നേരെ വൈകുന്നേരം ആകുമ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. 5:30 ട്രെയിനിന് 5 മണിക്ക് അവിടെ എത്തി നേരെ ടിക്കറ്റും എടുത്തിട്ട് അകത്തോട്ട് പോയിട്ട് നോക്കുമ്പോൾ ഒരു കുട്ടി പോലും അവിടെ ഇല്ല. അങ്ങനെ ബോറടിച്ച് പോസ്റ്റായി എങ്ങനെയൊക്കെയോ സമയം അങ്ങോട്ട് നീക്കി. ഇന്നത്തെ നോമ്പ് പറ ട്രെയിനിലാണെന്ന് ഉറപ്പായോണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ 5:30 വരേണ്ട ട്രെയിൻ 5:45 അങ്ങോട്ട് എത്തി. ഒടുക്കത്തെ തിരക്ക്. ജനറൽ ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ സ്ലീപ്പറിൽ കയറിയിട്ട് TTR പറഞ്ഞിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല സുഖവും സുഖേഷനുമായിട്ടിരുന്നു. ഏറെക്കുറെ ബാങ്കിന്റെ സമയമായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ച ഫ്രൂട്ട്സും ജ്യൂസും വെള്ളവും കടിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. ട്രെയിനിലായതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സമയം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഫുഡ് അടി അങ്ങോട്ട് തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ നിന്ന് നോമ്പ് തുറക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ യാത്രകളും ഓരോ അനുഭവമാണെന്നാണല്ലോ, അതുപോലെ തന്നെ ഈ ഒരു അനുഭവം എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സും വെള്ളവും അതിലത്തെ കടിയൊക്കെ കഴിച്ചതിന് ശേഷം അവസാനമാണ് ആ മിൽക്ക് സർബത്ത് കഴിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മിൽക്ക് സർബത്ത്, ആ കിട്ടിലും ടേസ്റ്റാണ്. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ നമ്മുടെ കണ്ണൂർ അങ്ങോട്ട് എത്തി. ഒന്നും നോക്കിയില്ല, നേരെ കണ്ണൂർ അങ്ങോട്ട് ഇറങ്ങി. എന്നാ പിന്നെ നാളെ കാണാം. അപ്പോൾ ശരി എന്നാ.